ഹലോ ഗൈസ്, ഇന്നത്തേതൊരു ചെറിയൊരു പർച്ചേസിങ് ആണ്. തിരുമല രാമചന്ദ്രൻ വരെ പോവേണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഒരു സാരി ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് കൊണ്ടായിരുന്നേ. അപ്പോൾ അതിന് എനിക്ക് കിട്ടിയത് ഒരു വൈറ്റ് കളർ ബ്ലൗസിൻ്റെ തുണിയാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി വേറൊരു ബ്ലൗസിൻ്റെ മെറ്റീരിയൽ എടുക്കാനായിട്ട് പോയതാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇട്ടത്. ഈ ബനിയനാണെങ്കിൽ ഭയങ്കര ഇറക്കമാണ്, നല്ല ഇറക്കമുണ്ട്. ഞാൻ പകുതി സൈഡിലൊക്കെ ചൊരുവിയൊക്കെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതൊരു സ്റ്റൈലായിക്കോട്ടെ എന്ന് കരുതി അങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് മാത്രമേ അങ്ങനെ വെച്ചിട്ടുള്ളൂ. പിന്നെ വയറൊക്കെ ഉള്ളതുകൊണ്ട് അവിടേക്ക് അങ്ങനെ ചുരുങ്ങിയിരുന്നാൽ വലിയ സീനില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വാങ്ങിച്ചതൊരു സിൽവർ കളറാണ് കേട്ടോ. എൻ്റെ സാരി എന്ന് പറയുന്നത് ഒരു ബ്ലാക്കും ഒരു ഗ്രീൻ കളറും കൂടെ, ഗ്രീനല്ല, ഒരു ലൈറ്റ് ബ്ലൂ കളറുമായിട്ടുള്ളൊരു മിക്സായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഇങ്ങനെ അതിന് എന്തോന്ന് പറയണമെന്ന് അറിയില്ല, ഇങ്ങനെ ഷെയ്ഡ് പോലെയൊക്കെയാണ് കളർ വരണത്. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടാം. ഞാൻ ഒരുപാട് നേരം തപ്പിയിട്ടാണ് എനിക്ക് ആ സംഭവം കിട്ടിയത് കേട്ടോ. കുറേ കളറുകൾ വച്ച് നോക്കി. പിന്നെ നല്ല മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ സീക്വൻസിൻ്റെയൊക്കെ ഇതുണ്ടായിരുന്നേ മെറ്റീരിയൽ. പക്ഷെ അത് എൻ്റെ സൂചി പൊട്ടിപ്പോകുന്നുള്ളതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചില്ല. അത് അത്യാവശ്യം കട്ടി ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ തൊട്ടൊക്കെ നോക്കിയപ്പോഴത്തേക്കും അത് വാങ്ങിച്ചാൽ എൻ്റെ മെഷീൻ്റെ സൂചി പൊട്ടിയ പിന്നെ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ ആ മെറ്റീരിയൽ എടുത്തില്ല. പക്ഷേ അത് കറക്റ്റ് ഈ സാരിക്ക് നല്ല പക്ക മാച്ചായിരുന്നു. വെളിയിൽ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഭയങ്കര പൈസയാവും. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചേ. ഇതൊക്കെ ഞാൻ ഒരുവിധം കളറെല്ലാം മാച്ചാവണം നോക്കണതാണ് കേട്ടോ. ആ ബ്ലാക്കിലൊക്കെയാണ് വെച്ച് നോക്കിയത്. ഇതിലെ ഈ ഫസ്റ്റ് കളറാണ് ഇതിന് എനിക്ക് കറക്റ്റ് മാച്ചായിട്ട് തോന്നിയത്. ഈ ഗ്രീനിൻ്റെ തൊട്ട് ഇപ്പുറത്തിരിക്കുന്ന കളറ് ആ സാരിയുടെ കളറാണ് കേട്ടോ. ഒരു നല്ലൊരു ഇങ്ങനെ ഗ്ലേസിങ് ഉള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ സാരി. വെയിറ്റ് ഒന്നുമില്ലേ. ഇതാണ് കേട്ടോ, ഞാൻ ഈ ഒരു സിൽവർ കളറാണ് ഞാൻ അതിന് വേണ്ടി എടുത്തത്, 1 മീറ്റർ. അതിന് വേണ്ടി എൻ്റെ ഈ ഒരു ഡാർക്ക് ലൈനിങ്ങും കൂടെ എടുത്തു കേട്ടോ. പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നേ. ഇത്രയാണ് കേട്ടോ മൊത്തത്തിൽ നമ്മൾ വാങ്ങിച്ചത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയായിരുന്നു. പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനായിട്ടാണ് കേട്ടോ പോയത്. നമ്മൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 12 മണിയൊക്കെ ആയി. പർച്ചേസ് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു 2:10 ആയിരുന്നു. പിന്നെ ഊണാണ് എനിക്കിഷ്ടം. പക്ഷേ ഊണ് തീർന്നതുകൊണ്ട് ബിരിയാണിയിൽ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ബിരിയാണി കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ വന്നത്. വേറെ ഒരിടത്തും കയറിയില്ല. നാളെ ഒരു ബർത്ത്ഡേ ഫങ്ഷനുണ്ട്. അത് ചെറിയ ആളിൻ്റെതല്ല, വലിയ ആളിൻ്റെയാണ് കേട്ടോ. 80 വയസ്സായ ഒരു മുത്തശ്ശിയുടെ. അതിൻ്റെ വീഡിയോ ഞാൻ നാളെ ഇടാമേ. അതിന് വേണ്ടിയായിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് പോയി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.